ഇപ്പോഴേ ഒരുപാട് ആളുകൾ ചോദിച്ചു തുടങ്ങി, ഉമ്മമാരൊക്കെ കമന്റായി ചോദിക്കാൻ തുടങ്ങി, ഉസ്താദെ ഈ വർഷത്തെ 2024 ആശുറാ നോമ്പ് എന്നാണ്? പല ആളുകളും ചോദിക്കുന്നു മുഹറം എന്നാണ്. നമുക്ക് മുഹറം 1 എന്നാണെന്ന് മനസ്സിലാക്കിയാലാണ് ആശുറ നോമ്പ്, മുഹറം 10-ന്റെ നോമ്പ്, 9-ന്റെ നോമ്പ് എന്നാണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ കൃത്യമായി മുഹറം 1 എന്നാണ്, 2024 മുഹറം 1 എന്നാണെന്ന് കൃത്യമായി നമ്മൾ ഡേറ്റ് ഇട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുഹറം 1 എന്നാണെന്ന് കൃത്യമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. മുഹറം അല്ലേ, അത് എല്ലാ വർഷം വരുന്നതല്ലേ? ഞങ്ങൾക്കറിയാം ഉസ്താദെ, മുഹറത്തിന് എന്തോ ബിസ്മിയൊക്കെ എഴുതി വെക്കണം, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്, കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അതുമാത്രമല്ല, നിരവധി കാര്യങ്ങളുണ്ട്. മുഹറം മാസം കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ട രൂപമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് അമലുകളിൽ പെട്ടതാണ് നോമ്പ് പിടിക്കുക, അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുക, ചില ദിക്റുകൾ പറയുക, അതുപോലെ തന്നെ തസ്ബീഹുകൾ. ഇതിനൊക്കെ നേട്ടങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, വിശദമായിട്ടുള്ള കാര്യം ചുരുക്കി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയ ഒരു വർഷം, പുതിയ ഒരു മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നു. ഹിജ്റ വർഷം 1445 വിട പറഞ്ഞ് ഹിജ്റ വർഷം 1446 നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. അതായത് പരിശുദ്ധമായ മുഹറം, പുണ്യമാക്കപ്പെട്ട മുഹറം മാസം നമ്മളിലേക്ക് വരികയാണ്. പരിപാവനമായ ദുൽഹിജ്ജ മാസം വിട പറയുന്നു. അതായത് ഒരു വർഷം നമ്മളിൽ നിന്നും, ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞ് പുതിയൊരു വർഷം വരികയാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഈ വർഷത്തെ 2024 മുഹറം 1 എന്നാണ് ഉസ്താദെ, മുഹറം 10 ആശുറായിൻ്റെ നോമ്പ് എന്താണെന്നൊക്കെ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് കൃത്യമായി അതിൻ്റെ ഉത്തരം പറയാൻ പറ്റണമെങ്കിൽ നിലാവ് കാണണം. എപ്പോൾ? 2024 മുഹറം 1 എന്നാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച 6-ാം തീയതി ശനിയാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ 7-ാം തീയതി ഞായറാഴ്ച മുഹറം 1 ആയിരിക്കും. ഇനി ഈ വരുന്ന ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ 7-ാം തീയതി ഞായറാഴ്ച ദുൽഹിജ്ജ 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 8-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും മുഹറം 1. അപ്പോൾ ഒന്നുകിൽ ഈ വർഷത്തെ 2024 മുഹറം 1 ഈ വരുന്ന ഞായറാഴ്ചയാവാം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാവാം. അത് ശനിയാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാലാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാം. ആ നിലാവ് എന്നാണ് കാണുന്നത് അതിനനുസരിച്ചായിരിക്കും പിന്നെ മുഹറം 9 എന്ന്, മുഹറം 10 ആശുറ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അത് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അത് വിശദമായി നമുക്ക് ഓരോ ദിവസവും ക്ലാസ്സുകളിൽ പറയാം. ഇന്ന് മൊത്തത്തിൽ മുഹറം മാസം നമ്മളിലേക്ക് വരാനിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് പറയുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, വരുന്ന മുഹറം മാസം അത് ദുശകുനത്തിൻ്റെ മാസമാണ്. മുഹറം മാസം ഒന്നിനും കൊള്ളാത്ത മാസമാണ്. കല്യാണം വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പെരതാമസം വെക്കാൻ പാടില്ല, വിവാഹ നിശ്ചയം പാടില്ല, പുതിയൊരു വാഹനം എടുക്കാൻ പാടില്ല, മുഹറം 1 മുതൽ 10 വരെ ഒരു നല്ല കാര്യവും ചെയ്യല്ലേ, അതൊക്കെ വലിയ പ്രശ്നമാകും എന്നൊക്കെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും സത്യം അതിലുണ്ടോ ഉസ്താദെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ മുഹറം മാസം 1 മുതൽ 10 വരെ, അതല്ലാത്ത മുഹറം മുഴുവനായും നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്ത് സ്വലാത്തുൽ ലൈൽ. അതായത്
നോമ്പുകളിൽ റമളാനിൻ്റെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം മാസത്തിലെ നോമ്പാണ്. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്ന് ഒരു ഹദീസിലുണ്ട്. അപ്പോൾ പരിശുദ്ധമായ റമളാനിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഈ ഹദീസ് പിടിച്ചിട്ട് നമ്മുടെ മുൻഗാമികളായ ഭൂരിഭാഗം ആളുകളും മുഹറം 1 മുതൽ അല്ലെങ്കിൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നോമ്പ് പിടിച്ചിരുന്നു. പ്രത്യേകമായിട്ട് മുഹറം 1 മുതൽ 10 വരെ അവർ എന്തായാലും നോമ്പ് പിടിച്ചിരുന്നു. അപ്പോൾ നോമ്പുകാരായ അവർ കല്യാണം വെച്ചാൽ അല്ലെങ്കിൽ പെരതാമസം വെച്ചാൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം വെച്ചാൽ അവർക്ക് വന്നു കൂടാനോ അല്ലെങ്കിൽ അതിൽ ഭക്ഷണം കഴിക്കാനോ അതിൽ ഓടിച്ചാടി നടന്ന് കാര്യങ്ങളൊന്ന് എല്ലാം ഒന്ന് നടത്താനോ അവർക്ക് ഒരു പക്ഷേ നോമ്പായതുകൊണ്ട് സാധിച്ചോളണമെന്നില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഈ മാസം ദുശ്ശഗുണമായ മാസം കൊണ്ടല്ല, ദുശ്ശഗുണത്തിൻ്റെ മാസമല്ല. ഇത് നല്ലൊരു മാസമാണ്, വളരെ പവിത്രമായ മാസമാണ്. ഇതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ നമുക്ക് പരിശുദ്ധമായ ഹദീസുകളിലും മറ്റ് മഹത്തുക്കളായ ഇമാമുമാരും പറഞ്ഞു തരുന്നു. കാരണം നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ച ഒരു മാസമാണ് മുഹറം മാസം. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു. ആദം നബിക്ക്, ഇദ്രീസ് നബിക്ക്, നൂഹ് നബിക്ക്, മൂസാ നബിക്ക്, യഅ്കൂബ് നബിക്ക്, യൂസുഫ് നബിക്ക്, അതുപോലെ സുലൈമാൻ നബിക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒരുപാട് സന്തോഷങ്ങളും അള്ളാഹു താല അറിയിച്ചു കൊടുത്ത ഒരു മാസമാണ് ഈ മുഹറം മാസം. അതുകൊണ്ട് ഈ മുഹറം മാസത്തിന് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. മുഹറം 1 കൊള്ളാത്ത മാസമാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കാരണം ഈ മാസത്തിന്റെ പേര് തന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹു താല ഈ മാസത്തെ തന്നിലേക്ക് ചേർത്ത് പറയും. ഷഹ്റുല്ലാ, അള്ളാന്റെ മാസം എന്നാണ് പറഞ്ഞത്, അള്ളാന്റെ മാസം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ മുഹറം മാസം ഈ വരുന്ന ശനിയാഴ്ച മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണെങ്കിൽ, നിലാവ് കണ്ട് നമ്മളിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അള്ളാഹുവിന് സ്തുതിക്കലാൻ അൽഹംദുലില്ലാ. കാരണം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ്, അല്ലേ? ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു പോകുന്നു. അത് മറ്റൊരു കാര്യം. മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ്. അല്ലാതെ നമുക്ക് ആയുസ് കൂടിയതല്ല, മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ്. അതെന്തുമാവട്ടെ. അപ്പോൾ ആദ്യം തന്നെ അല്ലാഹു അക്ബർ, اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. ആ ഒരു ദിക്ർ നമുക്കറിയാം, അത് മറന്നു പോകരുത്. പിന്നെയോ ഒരു മനുഷ്യൻ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളുണ്ട്. ഒരുപാട് ഇമാമുമാര് പറയുന്നു, ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ആ ഒരു മാസവും ആ ഒരു വർഷവും അവനിക്ക് അല്ലാഹു എല്ലാവിധ ഖൈറിൻ്റെ സലാമത്തിൻ്റെ ത്തിന്റെ ദിനരാത്രങ്ങളാക്കി മാറ്റി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ആ കാര്യം മറന്നു പോവണ്ട. അള്ളാഹു ആദരിച്ച മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, മാസങ്ങളുടെ എണ്ണം 12 അതിൽ 4 മാസങ്ങൾ അള്ളാഹു ബഹുമാനിച്ചു. അതിലൊരു മാസമാണ് മുഹറം മാസം. അള്ളാഹു തആല ആദരിച്ചു, അറബികൾ ആദരിച്ചു, അല്ലെ? ലോകം മുഴുവനും ആദരിച്ചു, മലക്കുകൾ ആദരിച്ച മാസമാണ് ഈ മാസം. തൻ്റെ വാപ്പാനെ കൊന്ന ഘാതകൻ, കൊലയാളി മുന്നിലൂടെ പോയാലും മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു സ്വഭാവം അറബികൾക്ക് ഈ മുഹറം മാസത്തിലുണ്ടായിരുന്നു. അതിപ്രധാനപ്പെട്ട മാസമാണ് മുഹറം മാസം. മുഹറം മാസം കടന്നു വരുന്നതിന് മുമ്പേ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം തൗബ ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. തൗബ ചെയ്യണം. കാരണം ഒരു പുതിയ വർഷം നമ്മളിലേക്ക് വരുന്നു, ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒരു വർഷം വിട പറഞ്ഞു പോകുന്നു, ഒരു വർഷം വരുന്നു. ഈ ഒരു സംഗമത്തിൻ്റെ ഈ ഒരു സമയത്ത് എന്തായാലും തൗബ ചെയ്യണം. കാരണം പുതിയൊരു വർഷത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് നല്ല മനസ്സോടെ. ഹാജിമാരെല്ലാവരും അവർ നല്ല ശുദ്ധ ഹൃദയത്തോടെ, നല്ല പാപമുക്തമായ ശരീരത്തോടു കൂടി നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പാപം ചെയ്തവരായി തന്നെ നിൽക്കാൻ പാടില്ല. നമ്മളും എന്താവണം? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം തൗബയുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. എല്ലാവരും രാവിലത്തെ മജ്‌ലിസിൽ പങ്കെടുക്കണം. കാരണം പ്രത്യേകമായി തൗബ നാളെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകുന്നതാണ്.
ഈ വർഷം ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നമുക്ക് ചെയ്യണം, എല്ലാവരും ഉണ്ടാവണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. നോമ്പ് പിടിക്കൽ നമ്മൾ പറഞ്ഞു, നോമ്പ് പിടിക്കൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. പ്രത്യേകിച്ച് മുഹറം 9-നും 10-നും ഒക്കെ നോമ്പ് പിടിക്കൽ വളരെ പുണ്യമുള്ളതാണ്. പിന്നെ മുഹറം മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ആയത്തുൽ കുർസി ഓതുക. 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അതൊക്കെ നമുക്ക് വിശദമായി ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് പറയാം. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ പ്രത്യേകം നല്ലതാണ്. പിന്നെയോ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പറയൽ നമുക്ക് പ്രത്യേകം നല്ലതാണ്. മാത്രമല്ല പുതിയൊരു വർഷം നമ്മളിലേക്ക് വരുമ്പോൾ പരമാവധി കഴിയുന്നത് പോലെ സ്വതക്ക കൊടുക്കൽ നല്ലതാണ്. അതുപോലെ സൂറത്തുൽ മുൽക്കിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നല്ല കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, സുന്നത്തായ കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യുക. ഇതൊക്കെ മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളാണ്. ഈ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും 3 ചിന്തകളാണ്. ഒന്നാമത്തെ ചിന്ത നമ്മുടെ ആയുസ് കുറയുന്നു എന്നാണ്, അല്ലാതെ ആയുസ് കൂട്ടിക്കിട്ടിയെന്നല്ല. മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുക്കുന്നു, മരണത്തിലേക്ക് ഞാൻ അടുത്തു എന്ന ചിന്ത, മരണചിന്ത നമ്മളിൽ ഉണ്ടാവണം, അല്ലെ? മരണസ്മരണ ഉണ്ടാവണം. എന്നായാലും ഞാൻ മരിക്കും, അല്ലെ? അല്ലാഹുവേ എൻ്റെ മരണം നീ നന്നാക്കി തരണേ അല്ലാ. മാത്രമല്ല ഹിജ്റയുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റയെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഏത് മാസമായിരിക്കണം ആദ്യം വരേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് വലിയ ചർച്ചയുണ്ടായി, വലിയ യോഗം കൂടി. പല സ്വഹാബിമാരും പല മാസം പറഞ്ഞു. നമുക്ക് റമദാൻ മാസം വർഷത്തിന്റെ തുടക്കമാക്കാം, അല്ലെങ്കിൽ നമുക്ക് ദുൽഹിജ്ജ മാസമാക്കാം, അല്ലെങ്കിൽ നമുക്ക് ശഅബാൻ മാസമാക്കാം എന്നൊക്കെ പല സ്വഹാബിമാരും പറഞ്ഞു. അവസാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നു, അല്ലെ? ഹിജ്റ പുറപ്പെട്ടത് ഒരു മുഹറം മാസത്തിലാണെന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണാം. അതുപോലെ തന്നെ മുഹറം മാസം, ആ മുഹറം മാസം നമുക്ക് ഒരുപാട് ഓർമ്മകൾ. ഹിജ്റ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് നബിതങ്ങൾ പാലായനം ചെയ്തു വന്നു. ആ പാലായനത്തെ അനുസ്മരിച്ചുകൊണ്ട് മുഹറം മാസം ആദ്യം തന്നെ വരട്ടെ എന്ന് മഹാനവകൾ തീരുമാനിക്കുന്നു. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, 12 മാസം. ഈ 12 മാസങ്ങളിൽ ആദ്യത്തെ മാസം മുഹറം മാസമാണ്. അപ്പോൾ ഹിജ്റയെ നമ്മൾ ഓർക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹിജ്റ കലണ്ടർ ഇന്ന് എല്ലാവരും മറന്നു പോകുന്നു. അറബി മാസം മറന്നു പോകുന്നു, അല്ലേ? ഇപ്പോൾ നമ്മുടെ മകൻ്റെ കല്യാണം എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴായിരുന്നു, നമ്മുടെ കല്യാണം എപ്പോഴായിരുന്നു, അത് പറയും ജൂലൈ 7, അല്ലെങ്കിൽ ആഗസ്റ്റ് 27, അല്ലെങ്കിൽ ഒക്ടോബർ 3 എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അറബി ചോദിച്ചാൽ നമുക്കറിയോ, ഹിജ്റ വർഷം ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം നമുക്ക് അത്രേ പ്രാധാന്യമുള്ളൂ. ഹിജ്റ കലണ്ടർ ക്രൈസ്തവരാരും അത് നോക്കാറില്ല, ഹൈന്ദവർ നോക്കാറില്ല, അതുപോലെ ജൂതന്മാർ നോക്കാറില്ല. ആകെ നോക്കാനുള്ളത് മുസ്ലിമീങ്ങളാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ നമ്മളിൽ പല ആളുകളും അത് മൈൻഡ് പോലും ചെയ്യാറില്ല. അങ്ങനെയല്ല, ഹിജ്റ വർഷം നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അത് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രധാനമായും ആ ഒരു ഹിജ്റ വർഷത്തിൻ്റെ, ആ മാസത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ ഡേറ്റ് നമ്മൾ കൃത്യമായി പറയുന്നത്. നമ്മുടെ വൈകുന്നേരത്തെ ദിക്റിൻ്റെ മജ്‌ലിസിൽ പ്രത്യേകം നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് ദുൽഹിജ്ജ 25-ാം രാവ്, അല്ലെങ്കിൽ 24-ാം രാവ്, 21-ാം രാവെന്ന് കൃത്യമായി നമ്മൾ അത് മെൻഷൻ ചെയ്യാറുണ്ട്. കാരണം എന്താ? അത് വലിയ പ്രാധാന്യം മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഡേറ്റ് എഴുതുന്നത്. മാത്രമല്ല മൂന്നാമത്തെ ഒരു പാഠം മുഹറം മാസത്തിലെ അനുഷ്ഠാനങ്ങളാണ്. നോമ്പ് പിടിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ഓതുക, സ്വതക്ക കൊടുക്കുക, ഇസ്തിഗ്ഫാർ പറയുക, അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ഷിയാക്കളും അതുപോലെ തന്നെ മറ്റുള്ള ചില ആളുകളൊക്കെ മുഹറം മാസത്തിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന, ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, അതൊന്നും ഇസ്ലാമികപരമല്ല. അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പ്രഥമ രാത്രിയിൽ നമ്മൾ എഴുതി വെക്കൽ, അത് നല്ലതാണ്. അത് ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിരവധി കാര്യങ്ങൾ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് പറയാനുണ്ട്. അപ്പോൾ മുഹറം മാസം കടന്നു വരുന്നു. തൗബയാണ് പ്രധാനം. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് തൗബയുണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഈ
മുഹറം മാസത്തെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തി അതുവഴി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ പറഞ്ഞല്ലോ നോമ്പ് എന്നുള്ളത്. അപ്പോൾ ഈ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയ നോമ്പുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പിടിച്ചു വീട്ടാൻ പറ്റുന്നതാണ്. റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറം മാസത്തിൻ്റെ നോമ്പാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമുക്ക് കാണുവാൻ പറ്റും. ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്, അതുകൊണ്ട് ഈ മാസത്തെ ബഹുമാനിക്കണം. ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ദുൽഹിജ്ജ മാസം ഇതും അള്ളാഹു ആദരിച്ച മാസമാണ്. ഇതിനെയും ബഹുമാനിക്കുക, വരാനുള്ള മുഹറം മാസത്തെയും ബഹുമാനിക്കുക, ആദരിക്കുക. അള്ളാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മുഹറം മാസത്തിൻ്റെ എല്ലാ അമലുകളും നമ്മളിപ്പോൾ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വിശദമായി ഓരോ അമലുകളും എപ്രകാരമാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം. അതിൻ്റെ മുന്നോടിയായി നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകം തൗബയുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു തആല ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു നമുക്ക് മാപ്പ് തരുമാറാവട്ടെ. വരുന്ന മുഹറം പുതിയൊരു വർഷം, ആ വർഷത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് ഖൈറാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം ദുആരക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദുആ ചെയ്യാൻ പറയുന്നു, ദുആ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ നൽകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.